ഹലോ. ഇന്നേ നമ്മൾ കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു ചാമ്പയാണ് കേട്ടോ. അത് ആദ്യമായിട്ടാണ് ചാമ്പയ്ക്ക പിടിച്ചത്. ഇതിനകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ചാമ്പയ്ക്കൊക്കെ ഉപ്പ് കൂട്ടി കഴിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ വാഴയൊക്കെ കുലച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഒരു വാഴക്കൊമ്പ് ഇരിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിച്ചത്. ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്കിപ്പോൾ വാഴക്കൊമ്പ് തോരൻ വെച്ചാലോ. വാഴക്കൂമ്പെന്ന് പറയുന്നത് നല്ല പോഷക മൂല്യങ്ങളുള്ള ഒത്തിരി നാരുകളൊക്കെ അടങ്ങിയിരിക്കുന്ന സാധനമല്ലേ വാഴക്കൂമ്പ്. വാഴപ്പിണ്ടിക്ക് നമ്മൾ പറയുന്നത് വാഴത്തട കേട്ടോ. വാഴത്തടയ്ക്കകത്തൊക്കെ ഒരുപാട് നല്ല വാഴയ്ക്കകത്തുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈ വാഴയുടെ ആ വാഴക്കൂമ്പിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ പോളയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണം. ഞാൻ കുറച്ച് മാത്രമേ മാറ്റി വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും ഇളക്കി കളയുന്നില്ല. ഇതിനകത്തുള്ള തേൻ കുടിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പം നമുക്ക് വാഴയ്ക്കകത്തുനിന്ന് ഡയറക്റ്റായിട്ട് കുടിക്കാൻ എല്ലാവർക്കും പേടിയാണല്ലേ. വവ്വാലൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിപ്പ എങ്ങാനും വന്നാലൊന്ന് പേടിച്ച് ഇപ്പം ആരും ആ പരിസരത്തോട്ട് അടുക്കാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിതേ കയ്യിലൊരു ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഈ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കറ നമ്മുടെ കയ്യിൽ നന്നായിട്ട് പറ്റും കേട്ടോ. ഞാനപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൊത്തി പൊടിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കൈക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. ഒന്നിങ്ങനെ ഉരസി തിരുമ്മുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള നാരുകളെല്ലാം പുറത്തോട്ട് വരും കേട്ടോ. ഈ നാര് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന് എനിക്ക് സയൻറ്റിഫിക്കായിട്ട് അറിയത്തില്ല. പക്ഷേ ഇത് ആ തോരത്തിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോൾ ഒരുമാതിരി ഉണ്ട ഒട്ടിയ പോലെ ഇങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുക. അതെനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പൊതുവെ ഇതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടാണ് തോരൻ വയ്ക്കാറുള്ളത്. കണ്ടോ, ഒത്തിരി നാരുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ചേർക്കുന്നത് ഒരു സവാളയാണ്. ഒരു സവാളയും കൂടെ കൊത്തിപ്പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. സവാളയും കൂടെ കൊത്തിപ്പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തോട്ടുള്ള അരപ്പും കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഈ തേങ്ങ ചിരവി എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്നാണ് കേട്ടോ. ഒരുപാട് ജോലികളുണ്ട് ബുദ്ധിമുട്ടുള്ളത്, എങ്കിലും ഇഷ്ടമല്ലാത്ത ഒരു ജോലിയാണ് ഈ തേങ്ങ ചിരവി എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് തേങ്ങ അരിഞ്ഞ് മിക്സിക്കകത്ത് ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് തേങ്ങ തിരുവി എടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങ തിരുവി ഒരുപാട് തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കറികളൂടെ വെക്കണമെങ്കിൽ പിന്നെ എപ്പോഴും തിരുവി എടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ തിരുവി എടുത്തു കേട്ടോ. പിന്നെ ഇതിന് അരപ്പുണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് മുളകൊന്നും കണ്ടില്ല. പിന്നെ മുറ്റത്തൊക്കെ അരിച്ച് പറക്കി നോക്കിയപ്പോഴത്തേക്ക് ഒരു കാന്താരിക്കകത്ത് വെള്ള കാന്താരിയാണ് കേട്ടോ. അത് വെള്ള കാന്താരിക്കകത്ത് 3-4 ചെറിയ മുളക്. അത് വിളഞ്ഞിട്ടൊന്നുമില്ല, പിഞ്ചായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുഞ്ഞമ്മേരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം പോയപ്പോഴത്തേക്ക് വേറെ കൊണ്ടുവന്ന് നട്ടതാണ്. ആകെ അതിനകത്തൊരു 5 മുളകേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് 4 ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത് തേങ്ങയും പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഈ കാന്താരി മുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, ഉപ്പ്, ഇത്രയും തന്നെ മതി അരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം തപ്പി അവിടെയൊക്കെ പോയതാണ് ഈ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട് പോയത് കേട്ടോ. ജീരകം തപ്പി കുറേ നേരം അവിടെയൊക്കെ നടന്നു. പിന്നെ അവസാനം കിട്ടിയത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കിട്ടിയത്. അത് കൊണ്ടുവന്ന് പിന്നെ അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട, ഒരു നുള്ളി ഇട്ടാലും മതി. ജീരകപ്പൊടിയും ചേർത്തിട്ട് അത് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോരൻ ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതുകൂടെ ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഇത് നന്നായിട്ടിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക്, കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം വേണം അരപ്പ് ചേർക്കാനായിട്ട്. അരപ്പെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ മിക്സിക്കകത്ത് അരപ്പ് കാണുമല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം അതും കൂടെ ഒഴിച്ച് ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി തീയിട്ടതൊന്നും കരിച്ച് കളയരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന്
വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ എരിവൊക്കെ കുറച്ച് മതി, തോരത്തിനകത്തൊക്കെ എരിവ് കുറച്ച് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ചേർക്കാതെ അടിപൊളി തോരൻ ഉണ്ടാക്കിയെടുത്ത്. നല്ല മണമാണ് കേട്ടോ. ഇതിനകത്ത് ചെറുപയർ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ വേറെയും കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഒരു മോര് കറി അങ്ങ് ഉണ്ടാക്കി കേട്ടോ. മോര് കറി ഉണ്ടാക്കിയിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി അരയ്ക്കാൻ കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്ന് തേങ്ങയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് ഒരാളിരുന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. എന്തെങ്കിലും മീനുണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. മീൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പാവം തോന്നിയിട്ട് ഇച്ചിരി കേക്ക് അതിനിട്ട് കൊടുത്തു കേട്ടോ. കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പിന്നെ ചമ്മന്തിയും കൂടെ അങ്ങ് അരച്ചെടുത്ത്. പിന്നെ ചേട്ടൻ പോയി പപ്പടവും മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പപ്പടവും മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് പപ്പടവും പൊരിച്ച് നമ്മളൊരു ഓംലെറ്റും ഉണ്ടാക്കി. പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ. സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി, മോര് കറിയും പപ്പടവും ചോറും മുട്ടയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.